ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയിൽ കുറച്ച് കുത്തരി എടുത്ത് 2 ഗ്ലാസ് കുത്തരി എടുത്ത് വെള്ളത്തിലിട്ടു. അത് രാവിലെ കുതിർന്ന് വന്ന് അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളമൊക്കെ മാറ്റി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കും. നമ്മൾ മിക്സിയിലേക്ക് ഇതിടുമ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തേങ്ങ ഇടണം. തേങ്ങ എത്രയും കൂടുതൽ ഇടാമോ അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ജീരകം ഇടണം. എൻ്റെ കയ്യിൽ ജീരകമില്ലായിരുന്നു, ജീരകപ്പൊടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇട്ടു. ശരിക്കും ജീരകം ഇടുവാണെങ്കിൽ അത് കഴിക്കുന്ന കൂട്ടത്തിൽ ജീരകമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ജീരകമായിട്ട് തന്നെ ഇടാം. പിന്നെ നമുക്ക് ഇതെല്ലാം ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ആ ഒരു പരുവത്തിന് നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങായും കൂടെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇടണം. അന്നേരം നമുക്കിത് കൊഴുക്കട്ടയിൽ നമ്മൾ ഈ തേങ്ങ കടിക്കുന്നതൊക്കെ ഒരു ടേസ്റ്റാണ്. ഇനി ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിലേക്ക് ഇതെല്ലാം കൂടെ വെച്ച് എനിക്കൊരു 10-22 കൊഴുക്കട്ടയോളം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു 15 മിനിറ്റ് അതൊന്ന് റെഡിയാക്കി കിട്ടും. ഇത് ഞാനൊരു പാത്രത്തിൽ ശകലം ഈ മിക്സ് ഇട്ടേക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇതിനകത്ത് ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഈ കൊഴുക്കട്ട അതിനകത്തോട്ടിട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് അമ്മ കഴിക്കും. പണ്ടൊക്കെ അമ്മ കഴിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വെള്ളത്തിലേക്ക് ഈ കൊഴുക്കട്ട ഇട്ട് വേവിച്ച് ആ കൊഴുക്കട്ട വെള്ളം കുടിക്കും. അങ്ങനെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എളുപ്പത്തിന് ഞങ്ങൾക്കതിനോട് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഒരു പാത്രത്തിലേക്ക് ആ മിക്സ് ഇട്ട് അതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ കൊഴുക്കട്ട വെള്ളത്തിലേക്ക് കൊഴുക്കട്ട അങ്ങോട്ടിടും. ഇതൊരു 10 മിനിറ്റ് അമ്മ അടച്ചു വെക്കും. എന്നിട്ട് അമ്മ ഇത് കോരി കഴിക്കും. അമ്മയ്ക്കൊരു നൊസ്റ്റാൾജിയാണിത്. ഞങ്ങൾക്ക് പിന്നെ അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നില്ല. കണ്ടോ, ഇനി നമുക്ക് കുറച്ച് 10 മിനിറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇത് നല്ലോണം കുതിർന്ന് വന്ന് കഴിയുമ്പോൾ അമ്മയ്ക്കിങ്ങനെ കോരി കുടിക്കും. ഞങ്ങൾക്ക് പക്ഷേ ഇങ്ങനെ ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്തു. ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണേ, സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരണേ. ഓക്കെ,